ഹായ് ഡിയർ ലേണർ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. നമ്മൾ മലയാള ലാംഗ്വേജിൽ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ശബ്ദങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഈ ശബ്ദങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? നമ്മൾ പറയാറുണ്ട് ആണ്, ആകുന്നു, ഉണ്ട്, ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്തായിരിക്കും ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് പലർക്കും കൺഫ്യൂഷൻ ആണ്. പലർക്കില്ലെങ്കിലും ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, കഴിഞ്ഞ കുറേ ക്ലാസ്സസിൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾ സെന്റൻസ് നോക്കി, അതിൽ പല അർത്ഥങ്ങൾ വരുന്നുണ്ട്. സോ അങ്ങനെ ഡിസ്കസ് ചെയ്ത കുറച്ച് വാക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ തന്നെ എന്നും ചെയ്യാറുള്ള പോലെ, എന്നും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക, പെയിൻ എടുക്കുക. ക്ലാസ് വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ ഇതിൽ നോട്ട് ചെയ്യുക. ക്ലാസ് എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസിന്റെ കൂടെ ആ ഡൗട്ട്സും ട്യൂട്ടറിലേക്ക് അയച്ചു കൊടുത്ത് ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ആണ്, ആകുന്നു, ഉണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ ഏത് വേർഡാ യൂസ് ചെയ്യുന്നത് എന്ന് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാവും. ഇതിന് വേറെ വാക്കുകളൊന്നും അല്ല, നമുക്ക് കേട്ട് പരിചയമുള്ള വാക്കുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈസ് എന്നും ആം എന്നും ആർ എന്നും വാസ് അതുപോലെ വേർ ഇതുപോലുള്ള വാക്കുകളാണ് നമ്മൾ ഈ സെന്റൻസുകൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അവൾ നല്ല സുന്ദരിയാണ്. ഓക്കെ, അവൾ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നമുക്കറിയാം. അവൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഷീ ആണ് അല്ലെ? സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരം, ഭയങ്കര സുന്ദര എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയാ? ബ്യൂട്ടിഫുൾ എന്ന് പറയും. അപ്പോൾ ഷീ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അവൾ സുന്ദരമാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയത്തില്ല. അവൾ ഒരു സുന്ദരിയാണ് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയണം. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വാക്കാണ് ഈസ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ അതിനെ നമ്മൾ വിളിക്കുന്നതും ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് എന്നാണ്. സോ ഇന്നത്തെ സെഷൻ നമ്മൾ നോക്കുന്നതും കുറച്ച് ഓക്സിലറി വേർബ്സിനെ കുറിച്ചാണ്. ഈസ്, ആം, ആർ, വാസ് അതുപോലെ വേർ, പിന്നെ വില്ലും. ഓക്കെ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിന് മൂന്നിന്റെ അർത്ഥം ഒരുപോലെ തന്നെയാണ് വരുന്നത്. അതായത് ആണ് അല്ലെങ്കിൽ ആകുന്നു, ഉണ്ട്. ക്ലിയർ? എക്സാമ്പിൾ നോക്കുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിംഗുലർ സബ്ജക്ട് ആൻഡ് പ്ലൂറൽ സബ്ജക്ട്. സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആണ്. ഓക്കെ, അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോൾ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കൂടെ നിൽക്കുന്ന ആരാ? ഈസ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. എന്നാൽ പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ ആരായിരിക്കും നിൽക്കുന്നത്? ആറാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയോ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെ എപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ആം എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ മറക്കരുത്. ഐയുടെ കൂടെ എപ്പോഴും ആം ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് എന്ന് പറയുന്ന വാക്കുകളുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ് ആയിരിക്കണം. പിന്നെ ദേ അല്ലെങ്കിൽ വി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആർ എന്ന് പറയുന്ന ഒരു വേർഡും ആയിരിക്കണം. ക്ലിയർ? എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഐ ആം എ സ്റ്റുഡന്റ് എന്ന് നമ്മൾ പറയുന്നു. ഐ ആം എ സ്റ്റുഡന്റ്. ഐ എന്ന് പറയുന്നത് എന്താ? ഞാൻ. സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി. അപ്പൊ ഞാൻ വിദ്യാർത്ഥി എന്നല്ലല്ലോ അതിന്റെ അർത്ഥം വരേണ്ടത്. ഞാൻ വിദ്യാർത്ഥിയാണ് എന്ന് നമുക്ക് ഒരാളോട് പറയണം. അപ്പൊ അതിനാണ് നമ്മൾ ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ആയിട്ടുള്ള ആമിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഐ ആം സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഐ ആം എ സ്റ്റുഡന്റ് എന്ന് നമുക്ക് പറയാം. ഞാൻ വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. എ എന്നൊരു വേർഡിന്റെ മീനിങ് എങ്ങനെ വരും? നമ്മൾ ഈ വൺ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കത്തില്ലേ, അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെറ്റർ ആണ് എ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അല്ലെങ്കിൽ ഒന്ന് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന്റെ സെയിം ഇംഗ്ലീഷ് ആണ്. ക്ലിയർ? അപ്പൊ ഐ ആം എ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുന്നത് ഞാനാണ്, സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയാണ്, ആണ് എന്ന് ചേർക്കുന്നതിന് നമുക്ക് ആം യൂസ് ചെയ്യാം. ഓക്കെ, ഐ ആം സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഐ ആം എ സ്റ്റുഡന്റ്. ക്ലിയർ? ഇനി അവൻ ഒരു സ്റ്റുഡന്റ് ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഹീയുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു വാക്കുമല്ല, ഹീയുടെ കൂടെ സപ്പോർട്ടിന് നിൽക്കുന്ന ആരാ? ഈസ് ആണ്. അപ്പോ അവൻ ഒരു സ്റ്റുഡന്റ് ആണ് എങ്ങനെ നമുക്ക് പറയാം? ഹി ഈസ് എ സ്റ്റുഡന്റ് എന്ന് പറയാം. ഹി ഈസ് എ സ്റ്റുഡന്റ്. അപ്പൊ ഒരു എന്ന് ഞാൻ ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ചേർത്തിരിക്കുന്നത്? എ എന്ന് പറയുന്നൊരു ലെറ്റർ ചേർത്തിരിക്കുന്നത്. ഇനി അവർ സ്റ്റുഡൻസ് ആണ്, അവർ വിദ്യാർത്ഥികളാണെന്ന് നമുക്ക് പറയണം. അപ്പൊ ഇവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെ? അവനോ അവളോ അല്ല, ഒന്നിൽ കൂടുതൽ പേരെയാണ് നമ്മൾ അവർ എന്ന് പറയുന്നത്. അപ്പൊ അവർ വിദ്യാർത്ഥികളാണെന്നേ നമ്മൾ പറയുള്ളൂ, അവർ വിദ്യാർത്ഥിയാണെന്ന് നമ്മൾ പറയത്തില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ? ഇനി ആ ഒരു സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദേ ആർ സ്റ്റുഡൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് എന്നുള്ള ഒരു ടേം മാറി സ്റ്റുഡൻസ് ആയിട്ട് മാറി. ഓക്കെ,
അപ്പൊ ദേയുടെ കൂടെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരാ വന്നത്? ആർ എന്ന് പറയുന്ന ഒരു വാക്കാണ് വന്നത്. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ആം പഠിച്ചു, ഈസ് പഠിച്ചു, ആർ പഠിച്ചു. ആം എന്ന് പറയുന്ന എപ്പോഴും ഐയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വാക്കാണ്. അതുപോലെ തന്നെ ഈസ് എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് എന്ന് പറയുന്ന വാക്കുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആൻഡ് ദേയുടെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആരാ? ആറായിരിക്കും. ദേയുടെ കൂടെ മാത്രമല്ല വിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആറ് തന്നെയാണ്. ഓക്കെ, സോ ഈ മൂന്ന് വാക്കുകൾക്ക് നമ്മൾ ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ ആണ് എന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കി. അത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉണ്ട് എന്നുള്ളൊരു മീനിങ്ങിൽ എങ്ങനെ ഈ സെന്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഐ ആം ഹിയർ. ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഐ ആം ഹിയർ. ഞാനെന്ന് പറയുന്നത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം, ഐ ആണ്. ഇവിടെ നമുക്ക് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹിയർ ആണ്. HERE, ഹിയർ. ഓക്കെ, ആൻഡ് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കണം. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ആം എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇനി അവൻ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ പറയാം? ഹി ഈസ് ഹിയർ എന്ന് പറയാം. ഓക്കെ, ഹി ഈസ് ഹിയർ. അവർ ഇവിടെയുണ്ട്. എങ്ങനെ പറയാൻ പറ്റും? ദേ ആർ ഹിയർ എന്ന് പറയാം. ക്ലിയർ? ദേ ആർ ഹിയർ. ഇനി ഈ പറയുന്ന ആൾക്കാരെല്ലാം അവിടെയാണുള്ളതെങ്കിൽ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുന്നേ? ഐ എം ദെയർ എന്ന് പറയാം. ഞാൻ അവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ ഹി ഈസ് ദെയർ. അവൻ അവിടെയുണ്ട്. ദേ ആർ ദെയർ. അവർ അവിടെയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് വേർഡുകൾ പഠിച്ചിട്ടുണ്ട്, ഹിയറും ദെയറും. ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്നും ദെയർ എന്ന് പറയുമ്പോൾ അവിടെ എന്നുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് സാഹചര്യത്തിലും നമ്മൾക്ക് കിട്ടിയ മീനിങ്, അതായത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഈ മൂന്ന് വാക്കുകൾക്ക് നമുക്ക് കിട്ടിയ മീനിങ് എന്തുവാ? ഉണ്ട് എന്നുള്ളൊരു മീനിങ് ആണ്. ക്ലിയർ? സോ ഈ ഒരു മീനിങ്ങിൽ മാത്രം നമ്മൾ ഈ വാക്കുകൾ ഒതുങ്ങത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം ഹെൽപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വാസ്, വെയർ, വിൽ, ഇതുപോലുള്ള കുറേ വാക്കുകൾ നമ്മുടെ വെക്കാബുലറിയിലുണ്ട്, അതായത് ഇംഗ്ലീഷിന്റെ ലാംഗ്വേജിലുണ്ട്. ഈ വാക്കുകളെല്ലാം നമ്മുടെ സെന്റൻസിന് അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം അനുസരിച്ചിട്ട് ഇതിന്റെ അർത്ഥങ്ങൾ വേരി ചെയ്യാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞപ്പോ ഈസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആണെന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അത് രണ്ടാമത്തെ സെന്റൻസ് പറഞ്ഞപ്പോഴേക്കും എങ്ങനെ വന്നു? ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് മീനിങ് മാറി. സോ സാഹചര്യം അനുസരിച്ച് ഈ വാക്കുകളുടെ മീനിങ് മാറാറുണ്ട്. ക്ലിയർ? സോ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം എങ്ങനെയാ വരുന്നത്, ഇതെങ്ങനെ നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ വാക്കുകളുടെ കൂടെയാണ് ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയാണ് അല്ലെ? അപ്പൊ ഇത് പ്രസന്റില് നമുക്ക്, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ കുറെ സെന്റൻസുകൾ ഡിസ്കസ് ചെയ്ത് പോയത്. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞു പോയ കുറെ കാലങ്ങൾ ഉണ്ടാവത്തില്ലേ? അതായത് ഞാൻ ഉറങ്ങുകയായിരുന്നു, ഞാൻ പോവുകയായിരുന്നു, ഞാനൊരു ഡോക്ടർ ആയിരുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ കഴിഞ്ഞു പോയൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക്, അതായത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഈ മൂന്ന് വാക്കുകളും ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നമുക്ക് ഇംഗ്ലീഷിലുള്ളൊരു വാക്കാണ് വാസ് അല്ലെങ്കിൽ വെയർ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റുകൾക്കും ആർ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, വാസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെയും വെയർ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിംഗുലർ എന്താ പ്ലൂറൽ എന്താന്ന് അഗൈൻ ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് അറിയാം. ഇവിടെ എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഐയുടെ ഒരു കേസ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, പക്ഷേ ട്രഡീഷണൽ ഗ്രാമറിന്റെ ഒരു റൂൾ അനുസരിച്ചിട്ട് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നും അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബുകൾ എപ്പോഴും പ്ലൂറൽ ആയിരിക്കണമെന്നും നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടുത്തെ കേസിൽ, അതായത് ഈ വാസ് അല്ലെങ്കിൽ വെയർ യൂസ് ചെയ്യുന്ന സമയത്ത് ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് വാസ് എന്ന് പറയുന്ന വേർഡ് ആയിരിക്കണം. ഓക്കെ, വേറെ യൂസ് ചെയ്തൂടെ എന്നൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ വരും. ചെയ്യാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ അതിനൊരു സാഹചര്യമുണ്ട്. ഐ വെയർ എന്ന് പറയുന്ന ഒരു ഫ്രേസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെന്റൻസിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഏത് സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇമാജിനറി സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. നമ്മളൊരു കാര്യം ഇങ്ങനെ ഇമാജിൻ ചെയ്ത് പറയുക, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഐയുടെ കൂടെ വെയർ എന്ന് പറയുന്ന ഒരു വാക്ക് പ്ലേസ് ചെയ്ത് ഉപയോഗിക്കുന്നത്.
മോസ്റ്റ് കേസിലും ഫിക്ഷണൽ സ്റ്റോറീസ് എഴുതാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കാറുള്ളത്. അല്ലാതെ സാധാരണഗതിയിൽ ഒരു സാഹചര്യം കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോയൊരു കാര്യത്തെ നമ്മുടെ രീതിയിൽ അല്ലെങ്കിൽ നമ്മളിലൂടെ കടന്നു പോയൊരു കാര്യത്തിനെ കാണിക്കാൻ വേണ്ടി ഐയുടെ കൂടെ എപ്പോഴും വാസ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ക്ലിയർ? സോ ഈ വാക്കുകൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഞാനൊരു ഡോക്ടർ ആയിരുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഐ വാസ് എ ഡോക്ടർ. അതുപോലെ അവർ ഒരുമിച്ചായിരുന്നു എങ്ങനെ പറയാൻ പറ്റും? ദേ വെയർ ടുഗദർ. ഇവിടെ എന്തുകൊണ്ടാണ് ദേയുടെ കൂടെ വെയർ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ യൂസ് ചെയ്തേ? ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അല്ലെ? അതുപോലെ ഒരുമിച്ച് എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന ഒരു വേർഡാണ് ടുഗദർ എന്ന് പറയുന്നത്. അപ്പൊ അവർ ഒരുമിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ ദേ വെർ ടുഗദർ എന്ന് പറയാം. അവൾ ടീച്ചർ ആയിരുന്നു എങ്ങനെ നമുക്ക് പറയാം? ഷി വാസ് എ ടീച്ചർ എന്ന് പറയാം. ഓക്കെ, ഷി വാസ് എ ടീച്ചർ. ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു എങ്ങനെ പറയാൻ പറ്റും? ഐ വാസ് എ സ്റ്റുഡന്റ്. ഇവിടെ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ് ഒരു എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുള്ള ആ വാക്കിന് നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് എ എന്ന് പറയുന്നത് ലെറ്റർ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ സെന്റൻസിൽ പറയുമ്പോഴും എ എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഐ വാസ് എ ഡോക്ടർ, ഷി വാസ് എ ടീച്ചർ. ഓക്കെ, സോ അവിടെയും നമുക്ക് എയുടെ ഉപയോഗം എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂച്ചറിൽ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാനിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇതുവരെയും നടന്നിട്ടില്ല, ഇനി ചെയ്യാൻ പോകുന്ന, അതായത് അടുത്ത ഡേയിൽ നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് സഹായക്രിയകൾ ആവശ്യമുണ്ട്. അതായത് ഓക്സിലറി വെർബിന്റെ ആവശ്യം നല്ല രീതിയിലുണ്ട്. അവിടെ നമുക്ക് ഈസോ, ആമോ, ആറോ അത്രയും ആപ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് വിൽ അല്ലെങ്കിൽ ഷാൽ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ. ഓക്കെ, വിൽ അല്ലെങ്കിൽ ഷാൽ. ട്രഡീഷണൽ ഗ്രാമർ വെച്ച് നോക്കുവാനാണെങ്കിൽ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറെ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണമെന്നോ അല്ലെങ്കിൽ അത് തലപുകഞ്ഞ് ആലോചിക്കണോ ഒന്നും നമുക്കില്ല. കാര്യം മോഡേൺ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മോഡേൺ ഗ്രാമറിലേക്ക് കയറുമ്പോഴേക്കും അതിന്റെ സൊല്യൂഷൻ എല്ലാം മാറ്റി വിൽ അല്ലെങ്കിൽ ഷാൽ എന്ന് പറയുന്നതിന് രണ്ട് മാനദണ്ഡത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് ചെയ്യും അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേം ആണ് വിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നാളെ വരും. ഐ വിൽ കം ടുമോറോ. ഇവിടെ ഉറപ്പുണ്ട്, ഐ വിൽ കം ടുമോറോ എന്നാണ് പറയുന്നത്. ഇവിടെ വിൽ എന്ന് പറഞ്ഞാൽ ഉറപ്പിൽ നമ്മൾ പറയാം വരും. വരിക എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ വില്ല് ചേർന്നപ്പോഴാണ് അവിടെ എന്തെന്നായത്? വരും എന്നായത്. ക്ലിയർ? അതുപോലെ നമുക്ക് ഭാവിയിൽ ചെയ്യാനുള്ള എല്ലാ ഉറപ്പുള്ള കാര്യങ്ങളിലെ കൂടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിൽ എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഷാലിന്റെ യൂസേജ് എങ്ങനെ വരും? ഷാൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു പൊളൈറ്റ് ടേം ആണ്. അതായത് ഞാൻ വരാം, ഞാൻ ചെയ്യാം, ഞാൻ പോകാം, ഇതൊക്കെ നമ്മൾ കുറച്ചൊരു പൊളൈറ്റിൽ നമ്മൾ പറയുന്നു. എന്നാൽ അതിൽ വലിയ ഉറപ്പില്ല എന്നല്ല, ഉറപ്പുണ്ട്, പക്ഷേ ആ ഒരു വാക്ക് നമ്മൾ പറയുമ്പോഴേക്കും കുറച്ചൊരു പൊളൈറ്റ്നെസ് കാണിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഷാൽ എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവെ ഈ ഷാൾ എന്ന് പറയുന്നത് ഷീ അല്ലെങ്കിൽ ഹി എന്ന് പറയുന്ന വാക്കുകളുടെ കൂടെ നമ്മൾ ഉപയോഗിക്കാറില്ല. മാക്സിമം നമ്മൾ അത് അവോയ്ഡ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം വില്ലാണ്. ഓക്കെ, സോ ഇനി നമുക്ക് വില്ല് വെച്ച് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ വരും എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഐ വിൽ കം. അവൾ പോകും എങ്ങനെ പറയും? ഷീ വിൽ ഗോ. അവർ വരുമെന്നാണെങ്കിലോ? ദേ വിൽ കം. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് വിൽ എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ ഈ വില്ല് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു എക്സാമ്പിൾസിലൂടെ തന്നെ അതിന്റെ ഒരു യൂസേജ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടേമിന്റെ എല്ലാം നെഗറ്റീവ് ആണ്. അതായത് ഞാൻ ഡോക്ടർ അല്ല എങ്ങനെ പറയാൻ പറ്റും? അവൾ ഒരു ടീച്ചർ അല്ല എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നെഗറ്റീവ് സെന്റൻസ്. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത വാക്കുകൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഇതിന്റെ കൂടെ എല്ലാം ഒരു നോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് അഡീഷണൽ ആയിട്ട് ചേർത്താൽ മതി, നമുക്ക് നെഗറ്റീവ് സെന്റൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു ഡോക്ടർ അല്ല എങ്ങനെ പറയാൻ പറ്റും? ഐ എം നോട്ട് എ ഡോക്ടർ. അവൾ ഒരു ടീച്ചർ അല്ല, ഷീ ഈസ് നോട്ട് എ ടീച്ചർ. അവർ ഫ്രണ്ട്സ് അല്ല, ദേ ആർ നോട്ട് ഫ്രണ്ട്സ്. ഓക്കെ, ഇതുപോലെ തന്നെ ആയിരുന്നില്ല എന്ന് പറയാനും അവിടെയും നമ്മൾ നെഗറ്റീവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നോട്ടാണ്. വാസിന്റെ കൂടെയും വേറിന്റെ കൂടെയും നോട്ട് ചേർക്കുമ്പോൾ ആ സെന്റൻസുകളും എന്തായി മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അതായത് ഞാൻ ഡോക്ടർ ആയിരുന്നില്ല, ഐ വാസ് നോട്ട് എ ഡോക്ടർ. ഓക്കെ, അവൾ എന്റെ കൂട്ടുകാരി ആയിരുന്നില്ല, ഷി വാസ് നോട്ട് മൈ ഫ്രണ്ട്. ഓക്കെ, അവർ ഒരുമിച്ചായിരുന്നില്ല, ദേ വർ നോട്ട് ടുഗദർ. ക്ലിയർ? ഞാൻ നാളെ വരില്ലെന്നാണെങ്കിലോ? ഐ വിൽ നോട്ട് കം ടുമോറോ.
ഓക്കെ, ഐ വിൽ നോട്ട് കം ടുമോറോ എന്ന് പറയാം. ക്ലിയർ? അതുപോലെ അവൾ നാളെ പോകില്ലെന്നാണെങ്കിലോ ഷീ വിൽ നോട്ട് ഗോ ടുമോറോ എന്ന് പറയാം. സോ ഈ പറഞ്ഞ വാക്കുകൾ ഓക്സിലറി വേർബ് എന്ന് നമ്മൾ പഠിച്ച വാക്കുകളുടെ കൂടെ നോട്ട് എന്ന് പറയുന്ന ഒരു വാക്കുകൂടി ആഡ് ചെയ്താൽ നമുക്ക് ഏത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ആ വാക്കുകളുടെ എല്ലാം അല്ലെങ്കിൽ ആ സെന്റൻസുകളുടെ എല്ലാം നെഗറ്റീവ് ഫോംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ് ഈ പറഞ്ഞ ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ബ്രീഫ് ചെയ്ത് പറയാനാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ മുതൽ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതായത് പ്രസന്റ് ടെൻസിൽ നമ്മൾ ആണ് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് 3 വാക്കുകൾ പഠിച്ചു. ആം എന്നും ഈസ് എന്നും ആർ എന്നും പഠിച്ചു. ആം എന്ന് പറയുന്നത് ഏത് വെർബിനെ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാ? ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നതാണ് അല്ലെ. അതുപോലെ ഈസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹി അല്ലെങ്കിൽ ഷീ എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെയുമാണ്. ഇതൊക്കെ പ്രസന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, ആണെന്നും ഉണ്ടെന്നൊക്കെയുള്ള അർത്ഥങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാസ് അല്ലെങ്കിൽ വേർ. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇനി ചെയ്യും, ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് വിൽ എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചു. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ ഇതിന്റെ എല്ലാ നെഗറ്റീവ് ഫോംസുകളും പഠിച്ചു. ഇത് പലർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടേംസുകളാണ്, പക്ഷേ കൺഫ്യൂഷൻസ് ഉണ്ടാകാം. അതായത് ഒരു സിംഗിൾ മീനിങ്ങിൽ എല്ലാവരും നിൽക്കും, ഇതിന്റെ അർത്ഥം ആണെന്നാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇതിന് വേറെ അർത്ഥങ്ങൾ വരുന്നു? അതിനൊരു സിംഗിൾ മീനിങ്ങിൽ നിൽക്കത്തില്ല. നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ട് അതുങ്ങളുടെ മാറ്റം, അതായത് ഓരോ സെന്റൻസിലും ഓരോ സാഹചര്യം അനുസരിച്ച് ഈ വാക്കുകളുടെ മീനിങ്ങിലും ചേഞ്ചസ് വരും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. സാഹചര്യങ്ങൾ ഏതാന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വാക്കുകളുടെ അർത്ഥങ്ങളും അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ കരുതുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനേഴ്സിന്റെ ഇടയ്ക്ക് ചോദിച്ചത് ക്ലാരിഫൈ ചെയ്യാം. എന്നും ചെയ്യാറുള്ള പോലെ തന്നെ ഇന്നും നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ട്രെയിനേഴ്സിന് അയച്ചു കൊടുക്കണം. തെറ്റി പോകുന്നത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.